നിങ്ങളെ കോലത്ത് കണ്ടുകഴിഞ്ഞാ അഴകിരാവണം തോറ്റു കിട്ടും. എന്താണ് സലീംക്ക, നല്ല ബോറായിട്ട് കേട്ടോ. കണ്ണീന്ന് വെള്ളം വന്നതിന്റെ വലിപ്പം കുറച്ചു തരൂ. പോടർക്ക എന്തൊരു മനോഹാരിത. ഉമ്മച്ചിട്ട് അതേ കൈപ്പോ കഴിച്ചു നോക്കുമ്പോ അറിയാം. നിനക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഇപ്പൊ തന്നെ ലേറ്റാ. നിങ്ങൾ ഈ ഉറക്കമുള്ള ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നത്? നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മോനെ. കല്യാണം കഴിഞ്ഞ് അക്കരേക്കരയും താമസിക്കുമ്പോഴേ രാത്രിയാകുമ്പോ ഒരു വിങ്ങല എവിടെ മനസ്സിൽ. നൈറ്റ് ഓടുമ്പോ ദുബായിലെ കാഴ്ചകളെ കണ്ടിങ്ങനെ കറങ്ങി നടക്കാം. അത് പറഞ്ഞപ്പോഴാ ഇന്നലെ രാത്രി നിങ്ങളൊരു പയ്യനും മദാമ്മയായിട്ട് കവനീജ് ഭാഗത്ത് കിടന്ന് കറങ്ങണ കണ്ടല്ലോ. ഒരു മനോഹാരിത ഉണ്ടായില്ല. ഒരു മലയാളി പയ്യനും ഒരു മദാമ പെണ്ണും പിന്നെ ഞാനും. മരുഭൂമി കാണിക്കാൻ കൊണ്ടുവന്ന അതണ്ടി. അവിടെ ചെന്നപ്പോ മുടിഞ്ഞ ബാർഗൈനി. പിന്നെ ഞാൻ ഇടപെട്ട് അങ്ങനെ ഒരു തങ്ങ് കോംപ്രമൈസ് ചെയ്തു. ഏത് ഭാഷയില്? എടാ ഈ മനോഹാരിതയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഭാഷയൊന്നുമില്ല. നിങ്ങൾ പറയേ. അങ്ങനെ പയ്യനെ ഇറക്കി വിട്ട് മദാമയ്ക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. എന്ത് മരുഭൂമി? അപ്പൊട്ടകോ? മരുഭൂമി ഒട്ടകോ? പോക്കറ്റ് മരുഭൂമിയായി. ഇനി ആ കാശ് ഉണ്ടാക്കാൻ രാവും പല കിടന്ന് ഓടണം ഞാൻ. ചെയ്താനെ അല്ല ചേട്ടാ, ഈ മരുഭൂമി ഒട്ടകം കാണിച്ചു കൊടുത്തിന് എങ്ങനെ മൂപ്പരെ പോക്കറ്റ് കാലിയായ? ഇളക്ക് തല കുറെ മുടിയും വിറ്റി നടക്കാൻ മനുഷ്യനെ കൊതിപ്പിക്കാൻ. ഇതല്ലേ കൃഷ്ണ കാത്തോളനെ. ചീറിപ്പായുന്ന വണ്ടികൾക്കിടയിലേക്കാണ് പോണത്. തട്ടുമുട്ടും ഒന്നും കിട്ടാണ്ട് കാത്തോളണം. പിന്നെ ഇവിടെ എൻ്റെ കാര്യം നോക്കണമെന്നും പറഞ്ഞ് നാട്ടിലുള്ള അമ്മയുടെയും പെങ്ങന്മാരുടെയും കാര്യത്തിൽ ഫോൾട്ട് വരുത്തരുത്. പറഞ്ഞേക്കാം. അപ്പോ നാളെ കാണാം. അറിയാലോ, ഇതിവിടെ സൂട്ടാവാത്തോണ്ടാ. അയ്യോ, എന്താടാ? PMI പോയി. എന്താന്ന്? അലാറം അടിച്ചില്ലെന്ന്. ഏമിന് വരെ വെച്ചത് PMI പോയി. പൊണ്ടാറടങ്ങുന്നതാണ് സെയിൽസ് മീറ്റിംഗ് ദിവസം. ബെസ്റ്റ്. അപ്പോ മോനിവിടെ AM ഉം PM ഒക്കെ ശരിയാക്കിട്ട് വാ. ഞാൻ പോണു. ഓക്കെ? അയ്യോ ജീവട്ടാ, ഒരു 5 മിനിറ്റേക്കോ, ഞാൻ ഇപ്പൊ റെഡി ആയി വരാം. പോലട്ടോ. ഞാൻ ആ കഫറ്റേറിയ വെയിറ്റ് ചെയ്യാം. നീ വേഗം വാ. ഓക്കെ ഓക്കെ ഓക്കെ. പുട്ടും കടലയും പിന്നെ അത് മതി. ഇവിടെ ബഷീർക്കോ, ഓ എക് കീമ പറാത്ത. എന്തിനാ ജീവ രാവിലെ തന്നെ പൊറോട്ട വലിച്ചു കയറ്റുന്നത്? നല്ല പുട്ടും കടലക്കറിയുണ്ട്, എടുക്കട്ടെ. ആഗ്രഹമില്ലാണ്ടല്ല, ഈ പൊറോട്ട ആവുമ്പോ അവിടെ തന്നെ കിടന്നോളും. വൈകുന്നേരം വരെ ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യണ്ടല്ലോ. എന്നായിരിക്കും ഹബീബേ. എത്തിയല്ലോ. നല്ല കോളായിരുന്നു തോന്നുന്നു. ഒരു മനോഹാരിത ഉണ്ടായില്ലേ. വണ്ടി പണി മുടക്കി, അത് എമിറേറ്റ്സ് റോട്ടില്. അത് കലക്കി. കീമ പൊറോട്ട റെഡി. അതെ ജീവേട്ടാ, നാട്ടിലേക്ക് ആരെങ്കിലും പോകണ്ടെങ്കിൽ ഒന്ന് പറയണോട്ടോ. ചെറിയൊരു പൊതി കൊടുത്തു വിടാനാ. നീയല്ലേ കഴിഞ്ഞ ആഴ്ച വലിയൊരു പൊതി കൊടുത്തിട്ടു? അത് മോക്കുള്ള സ്കൂൾ ബാഗാ. ഇത് ഓൾക്കൊരു ചെറിയ മൊബൈലാ. ഇടയ്ക്ക് എനക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാല്ല. അപ്പൊ അത് പോയി കിട്ടി. എന്റെ മൊബൈലാ അവന്റെ പെണ്ണിന്റെ കാര്യം. ഇങ്ങടെ ഒരു കാര്യം. ജീവട്ടാ ഒന്ന് വേഗം വരും. എന്നെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്താ. ഞാൻ കഴിക്കട്ടോ. കളിക്കില്ല ജീവട്ടാ, ഒന്ന് വേഗം വരും. അപ്പൊ മക്കള് പോയിട്ട് വാ. ഞാൻ അത് കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. ഞാൻ പോരാ, ഒരു കാര്യം പറയട്ടോ. അതെ, ഒറ്റയ്ക്കാണെന്ന് കരുതി വേണ്ടാത്ത ചിന്തകളൊന്നും വേണ്ട കേട്ടല്ലോ. നീ എന്താ ഉദ്ദേശിച്ചത്? ആരെയും വിളിച്ച് റൂമിൽ കയറ്റാൻ നിൽക്കരുതെന്നോ. ഓടതണ്ടി, എനിക്കല്ലേ പണി. മറന്നു നടക്കായിരുന്നു. ഉള്ള ഉറക്കം പോയി. ആരും കാണാതെ ഒന്നും മിണ്ടാതെ മെല്ലെക്കിനുവും തലോടുമ്പോ താങ്ക് യു. തമിഴത്തിയാണല്ലേ? உங்களுக்கு எங்க போணும்? இங்கிருந்து போ, இங்கிருந்து போ, சீக்கிரம் போ. ஓகே.
ടോർച്ച് ടാക്സി അവളുടെ അപ്പൻ്റെ എന്ന് വിചാരം. നിങ്ങ അല്ലേ വേണ്ട. വെർ ഡു യു വാണ്ട് ടു ഗോ? ഓഹോ, ഇംഗ്ലീഷ് പരിജ്ഞാനമില്ല അല്ലേ? സാരമില്ല, തമിഴിൽ തന്നെ ആവാം. உங்களுக்கு എങ്ക പോക വേണമെന്ന് சொல்லுங்க മാഡം. മാഡം വല്ല കുരിശായല്ലോ. അതെ, ഇങ്ക ഇറങ്ങുമ്പോ ഇങ്ക നിന്നാൽ എവിടെ വേണേലോട്ടുള്ള വണ്ടിയും കിട്ടും. പ്ലീസ് ദയവ് ചെയ്ത് ഇറങ്ങുക മാഡം. ഇതുവരെ ഒരു ചീത്തപ്പേര് പോലും കേൾപ്പിക്കാത്ത ബാച്ചിലറാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ചൊന്നെ, പ്ലീസ്. ഓ, രക്ഷപ്പെട്ടു. അതെ, ഈ 20 ദിറംസ്. ഹലോ ഹലോ. അത് ശരി, അപ്പൊ കാശും ഇല്ല അല്ലേ? ഈശ്വര, ഇവിടെ ഓസ് കടിക്കുന്ന ടീമോ? ചെക്ക് ചെയ്യാനായിരിക്കും തണ്ടി. ഹലോ. ആന്നേ, പെട്ടെന്ന് ഡോർ തുറന്ന് കാറിനകത്തേക്ക് ഒരു ഒറ്റ കേറ്റാ. തിരിഞ്ഞു നോക്കിയപ്പോഴോ ഒരു പെണ്ണ്. പെണ്ണോ? എന്നിട്ട് തമിഴില് ശീക്രം പോകുന്ന പറഞ്ഞ് ഒരേ ബഹളം. ഞാൻ വണ്ടി മുന്നോട്ട് കൊടുത്തു. മോനെ ജീവ, ഇക്കവിടെ ഒറ്റക്കാടാ. നീ അവളെ കൂട്ടി ശീക്രം വാടാ. അയ്യടാ, അതെ, ഞാൻ അവളെ ജുമേറ ബീച്ച് സൈഡിൽ ഇറക്കി വിട്ടു. പിന്നെ ഇത് അങ്ങനത്തെ ഒരു കേസല്ല, ആകെപ്പാടെ ഒരു കണ്ണീരിങ്ങനെ ലൈനായിരുന്നു. ഇതിനാണ് അവിടെ തെണ്ടി പുറകെ കിടന്ന് ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചോണ്ടിട്ട് ആ മനോഹാരിത കളഞ്ഞത്. ഞങ്ങളോ? സലിമയ്ക്ക് കൂടാതെ വേറെ ആരാ അവിടെ? അത് ഞങ്ങളെന്ന് പറഞ്ഞ ഞാനും എന്റെ വികാരവും രണ്ടും. വൃത്തികെട്ടവൻ. എത്രയും 50 ദിറംസ്. താങ്ക് യു. ഓക്കെ, ശരി. Excuse me, യെസ്, can you drop into the Alcos? മലയാളിയാണല്ലേ? ഓ, എന്റെ ബദിരീങ്ങളെ എങ്ങനെ മനസ്സിലായി? അത് ഇംഗ്ലീഷ് ആയിട്ട് അറിഞ്ഞൂടെ? പിന്നെ എത്ര പൊതിഞ്ഞു കേട്ടാലും മാറില്ലല്ലോ ഈ ചക്കപ്പഴത്തിന്റെ മണം. കേട്ടിക്കും. ആ, ആ. ഹലോ ഹലോ. ഇതുവരെയ്ക്കും പോവലെയാ? ഇത് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാലേ പോലീസ് പിടിക്കും. பரவாயில்ல, போலீஸ் வந்தா வரட்டும். அதுக்காக தான் இங்க வெயிட் பண்ணிட்டு இருக்கேன். ஏதாவது ப்ராப்ளம் இருக்கா? தெரிஞ்சிட்டு உனக்கு என்ன வேணும்? ப்ராப்ளம் இருந்தா சால்வ் பண்ணி கொடுப்பியா? അങ്ങനെ അതില്ല. പക്ഷേ ഇങ്ങനെ അഴകാതിരിക്കോ? ആരെങ്കിലും പാത്താ ഞാൻ അകത്താ. അതാ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊണ്ടു ചെന്നാക്കാം. അതെ, കാശിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അത് പിന്നെ എപ്പോഴെങ്കിലും തന്നാ പോതും. பிறகு நம்ம பார்க்கலன்னா? ഷാർജ ഒരു ചിന്ന സ്ഥലം താനേ, നമ്മള് പാക്കാതിരിക്കുവോ? പാക്കുന്നേ, പാക്കും. പോലീസ് സ്റ്റേഷൻ ഇങ്ക പക്കം താൻ. വാങ്ങോ വാങ്ങോ. എൻ പേര് ജീവൻ. ഞാൻ വന്ന് കേരള. തമിഴ്നാട്ടില് പഴനി, കന്യാകുമാരി, മധുரை அங்கெல்லாம் வந்திருக்கேன். നാട്ടിലും ടാക്സി താൻ വേலை. ഉൻ പേരെന്നെ? തമിഴ്നാട്ടിലെ എങ്ക ഊര്? என் பேரு தாமரை. நான் வந்து ஸ்ரீலங்கா. ഹൈ,
ശ്രീലങ്ക ശ്രീലങ്കാവിൽ എനിക്ക് തെരിഞ്ഞ 3-4 പേർ എടുക്ക. ഒരു മുത്തയ്യ മുരളീധരൻ, സനത് ജസൂര്യ, പിന്നെ ഒരു വലിയ പുള്ളിയുണ്ട് വേലുപ്പിള്ളൈ പ്രഭാകരൻ. പക്ഷെ ആള് കാഞ്ഞു പോച്ചു. ഇറ്റില്ല. അല്ല, ഞാൻ சொன்னது எனக்கு அவங்கள தெரியும், ஆனா அவங்களுக்கு என்ன தெரியாது. அதான் வேண்டாയിരുന്നു. അല്ല, இந்த போலீஸ் ஸ்டேஷன்ல போகணும்னு சொல்லியிருந்தല്ലോ, எதுக்கு? நான் வந்து ஒருத்தனை உதைச்சிட்டேன். உதைக்கே? அடிச்சிட்டேன். എവിടെ അടിച്ചിട്ട്? തലയില്. എന്നിട്ട് അയാൾക്ക് ഏതാവത് പറ്റിയ? தெரியல. அடிச்சதுமே அவன் கீழே விழுந்துட்டான். ഈശ്വര, ബീച്ചിലിരുന്ന കുരിശിനെയാണോ ഞാൻ എടുത്ത് വണ്ടിക്കകത്ത് വെച്ചത്? അപ്പോ ഇപ്പൊ പോലീസ് കുട്ടിയെ അന്വേഷിച്ച് നടക്കുകയായിരിക്കും അല്ലേ? தெரியாது. എന്നാ എനിക്ക് തെരിഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ഇന്ത ഊരിലെ നിയമം അനുസരിച്ച് അയാൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ കാര്യം പോക്കാം. അതുകൊണ്ട് ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ആവാതിരിക്കുന്നതാണ് ബുദ്ധി. നിങ്ങ മുതലേ അയാൾക്ക് ഏതാവത് പറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. ചിലപ്പോൾ അയാൾക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അല്ല, ആക്ച്വലി കുട്ടി എതുക്ക് അയാളുടെ തലയിൽ ഉതച്ചത്? அது வந்து ஒரு பெரிய கதை. പറവില്ല, ചൊല്ലുങ്കോ. அப்பா, அம்மா, தங்கச்சி, நான். இதுதான் என் உலகம். கஷ்டத்துலேயும் நாங்கள் சந்தோஷமா இருந்தோம். சின்ன வயசுலேருந்தே பார்க்கறது தான் எல்டிடிக்கும் இலங்கை ஆர்மிக்கும் நடக்கிற போர். அது பார்த்து பார்த்து எங்களுக்கு பழக்கமாயிடுச்சு. ஒரு நாள் அந்த நிகழ்ச்சி என் வாழ்க்கையே மாத்திரும்னு கனவுல கூட நினைக்கல. Stop. Oh. Oh. என்ன இது?
அம்மா நீங்க ஒண்ணுமே கவலைப்பட வேணாம். இது பெரிய டான்ஸ் ஸ்கூல். நல்ல சம்பளம், தங்குறதுக்கு இடம், அங்க எல்லாமே கிடைக்கும். எல்லாம் ஓகே தானா? வாங்க. டான்ஸ் ஸ்கூல்ல வேலைன்னு போய் சொல்லி என் தாய் மாமன் தப்பான இடத்துல என்னை விற்கிறதுக்கு தான் பணத்தை வாங்கினாருன்னு அப்போ எனக்கு தெரியல. Come. I said come. You. Come. എന്തായി? ആസ് യൂഷ്വൽ കുഴപ്പമാക്കിയില്ലേ? ഏയ് കരിഞ്ഞിട്ടുള്ളൂ. അത് കുഴപ്പമില്ല. ആ പടച്ചോനെ, എന്താ മത്തി കൊണ്ടുവരാൻ പോയിട്ട് നെയ്മീനും കൊണ്ടാണല്ലോ വരവ്. ഇതാരാണ്? പ്രോസിക്യൂഷൻ കണ്ടറിഞ്ഞൂടെ? അയ്യോ കവലപ്പെടണ്ട. വാങ്ങോ. ഇതാ ഞാൻ சொன்ன ഫ്രണ്ട്സ്. തമിഴാ? സലീമിക്ക, നിങ്ങളെന്താ മൊബൈൽ എടുക്കാൻ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. ഈ ഫോൺ വയലന്റ് മോഡിലായി പോയി. എന്താ സൈലന്റ് മോഡിലായി പോയി. ആ അത് ഇത് താമര ഞാൻ രാവിലെ വിളിച്ചപ്പോ പറഞ്ഞില്ലേ, അത് ഇതാ. വന്നേ. ഏതാ കുട്ടിയാങ്ക ഉക്കാരിങ്കോ? എന്തോ അത് ഉക്കാരിക്കോളും. നീങ്ക വാങ്ങോ. വാടാ. ഉക്കാരിക്കോളൂ കേട്ടോ. എന്താ നീ ഇത് എന്ത് ഭാവിച്ചാ? അല്ല സലീമിക്ക, എനിക്കിഷ്ടായി. ഇപ്പോഴെങ്കിലും എന്റെ മനസ്സ് നീ മനസ്സിലാക്കിയല്ലോ. കലക്കി കണ്ടു പാടിക്കടത്തേണ്ടി. നിങ്ങൾ രണ്ടുപേരും കൂടെ അവൾക്ക് കഴിക്കാൻ താവച്ച കൊടുക്ക്. ഞാൻ പോയിട്ട് ബെഡൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിട്ട് വരാം. എന്താ എന്താ ഉദ്ദേശം? അല്ല, ബെഡൊക്കെ വിരിച്ചിരുന്നല്ലേ എന്റെ ഒരു മനോഹാരിത. ഞാനല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ടെൻഷൻ. ആ ടെൻഷൻ ടേക്ക് വേണ്ട. അല്ല അങ്ങനെയല്ല. അതെ, രണ്ടുപേരും കൂടെ നോക്കിയേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു കുട്ടിയല്ല അത്. അതിന് കുട്ടിയാണെന്ന് ആരാ പറഞ്ഞു? ഒറ്റ കയറ്റി വെച്ചോ. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പെണ്ണല്ലായിരുന്നു. പിന്നെ ഒരു ഡാൻസ് ബാറിലെ ഡാൻസർ ആയിരുന്നു. പാവം. അയ്യോ, ഡാൻസ് ബാറിലെ ഡാൻസർ ആയിരുന്നു. ആ ഞാൻ വിചാരിച്ച നിലമ്പൂർ കോലത്തെ അതോ കുട്ടിയാണ്. എടാ പൊട്ട, നീ ഇതൊരു ലോകം കണ്ടിട്ടില്ലേ? മര്യാദയ്ക്ക് കാര്യം നടത്തിയിട്ട് കാലത്ത് എവിടെ വെച്ചുകൊണ്ടാക്കാൻ നോക്ക്. ഞാൻ അവിടെ വെച്ച കൊണ്ടായിക്കോളാം. തൽക്കാലം നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകാൻ നോക്കും. ഞാൻ ഡ്യൂട്ടിക്ക് പോകത്തോളം എന്റെ കുഴപ്പം. എന്റെ സ്ഥലമിക്ക് അത് അവളൊരു വല്ലാത്ത സിറ്റുവേഷൻ. സിറ്റുവേഷൻ അടങ്ങ്, ഞാൻ പറയാം. മറ്റു നിനക്കെന്താ വട്ടാണോ? അകത്ത് പോയി കിടക്കേണ്ടി വരും, പറഞ്ഞേക്കാം. ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് ഈ ഒരു രാത്രി, നാളെ നേരം എടുത്ത് അവള് പൊക്കോളും. ഒറ്റയ്ക്ക് വെട്ടേച്ച് വരാൻ തോന്നിയില്ല, അതുകൊണ്ടാ. എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്. വെറുതെ കുറെ സ്വപ്നവും കണ്ടു. ഡ്യൂട്ടിക്ക് പോവല്ലേ? ആ പോയിക്കോളി. എന്തായാലും താമര ഉസാറ് പേരട്ടോ. അല്ലേ? സത്യം തന്നെ അല്ലേടാ? ചെങ്ങായിനെ
കൊണ്ട് ഇനി അവള് നോണ പറഞ്ഞായിരിക്കും. ஏதாவது பிரச்சனை இருக்கா? ഏയ് ഏയ്, എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അപ്പൊ ശരി, തൂങ്ങിക്കോളൂ കേട്ടോ. ഇത് വെച്ചുക്കോ. அப்போ உங்களுக்கு ഇല്ല, എനിക്ക് ഫ്രണ്ടോட ബ്ലാങ്കറ്റ് എടുക്ക. അപ്പോ ഗുഡ് നൈറ്റ്. ഈ ഡോറ് ക്ലോസ് പണിക്കോളൂ കേട്ടോ. അർജുന ഫൽഗുന ജിഷ്ണു കീർത്തി ശ്വേതവാഹന നീ ഇതുവരെ ഉറങ്ങില്ലേ? എന്തോ പേടിയുണ്ട് കേട്ടോ. എന്തേ? ഞാൻ റീചാർജ് ചെയ്യാൻ പോയപ്പോൾ ഒരു പോലീസുകാരൻ എന്നെ ഒരു റോങ് നോട്ടോ. നിങ്ങൾ ഓളെ കൊണ്ട് വരുന്ന ആരും കണ്ടിക്കണോ? അറിയില്ല, ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചില്ല. പോലീസ് രണ്ടാളും ഒരുമിച്ചു. വാ. ജീവേട്ടാ തുറക്കണോ? എന്തായാലും വാ നോക്കാം. തുറക്കണോ? നിങ്ങളിത് എന്താണ് സലീംക്ക, ഇങ്ങനൊന്നും കാണിക്കരുത് കേട്ടോ. മൂപ്പര് വെറുതെ പേടിച്ചില്ലേ? അല്ല, നിങ്ങളെന്താ ഡ്യൂട്ടിക്ക് പോയില്ലേ? ആ ഡോറടയ്ക്ക്. എന്റെ എന്താണെന്നറിയില്ല, ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് മനസ്സിൽ നിന്നൊരു ഉള്ളുള്ളി. ഈ ഒരു അവസ്ഥയില് നിങ്ങൾ മൂന്നുപേരെയും ഒറ്റയ്ക്കാക്കി പോകുന്നത് ശരിയല്ലാന്ന് തോന്നി. മാത്രമല്ല, തക്കാളി പരുവത്തിലൊരു പെണ്ണും 2 ഊള ചെറുപ്പക്കാരും. കാര്യഗൗരവമുള്ള ആൾ കൂടെ വേണം തോന്നി. എന്നിട്ട് ആളവിടെ? ഇവിടെ. ഓ, ആ കുട്ടി വല്ലതും കഴിച്ചോ? കുട്ടി കഴിച്ചിക്കണ്. ആ കുട്ടി ഉറങ്ങിയാ? ആ കുട്ടി ഉറങ്ങി. പാവം കുട്ടി. ഒറ്റയ്ക്കൊക്കെ ഉറങ്ങി ശീലം ഉണ്ടാവോ? ദേ, ഏത് നിമിഷം വേണമെങ്കിലും വഴിതെറ്റി പോവാന്ന പ്രായം നിങ്ങൾ രണ്ടുപേരുടെ. പോയി കിടന്നുറങ്ങ. ഞാൻ കിടന്നോളം കൂടെ. ആരുടെ കൂടെ? താമരമോളുടെ കൂടെ. താമര മോളുടെ കൂടെ. കാക്കേ, താനെ തന്നെ റംലത്തിന് സ്വപ്നം കണ്ടി കിടന്നാ മതി കേട്ടോ. റംലത്തിന് എന്റെ പട്ടി സ്വപ്നം കാണും. കേട്ടില്ല അല്ലേ? ഹിമാറിനെ പൊക്കടാ കുമാറ. ചെങ്ങായിട്ടങ്ങള് നിനക്കൊക്കെ ഇത് എന്തിന്റെ സൂക്കേടാടാ? നിന്റെ അമ്മായിയുടെ മോളൊന്നല്ലോ. സുഖടെ തനിക്കാണോ ഇക്കച്ചറ്റെ? ഇല്ലാത്ത കാശ് കൊടുത്ത് ഈന്തപ്പഴം ഒട്ടപ്പാലും കഴിച്ചത് വെറുതെ. ആഹാ, ഓഹോ. നീ എന്തീ കാണിക്കണേ? ഏതായാലും ഈന്തപ്പഴവും ഒട്ടോപ്പാലും കഴിച്ച സ്ഥിതിക്ക് ഞാനിവിടെ ഇരുന്നുറങ്ങിക്കോളാം. എന്നാ നിന്നെ നോക്കാനായിട്ട് ഞാനിവിടെ ഇരുന്ന് ഉറങ്ങിക്കോളാം. നിങ്ങൾ രണ്ടാളിങ്ങനെ ഇരുന്നൊക്കെ ഉറങ്ങണ സ്ഥിതിക്ക് ഞാൻ ഇവിടെ കിടന്നുറങ്ങിക്കോളാം കേട്ടോ. അപ്പൊ ഗുഡ് നൈറ്റ്. ആഹാ, എന്തൊരു സുഖം. മെസ്സി അല്ല, ഞാനാ അടിച്ച്. ഞാൻ ശാപം. ഉറങ്ങാനും സമ്മതിക്കില്ലേ? എന്താ സലിമിക്ക, ഡ്യൂട്ടിക്കൊന്നും പോകുന്നില്ലേ? എന്താണെന്നറിയില്ല, ഭയങ്കര മേലുവേദന. പനിക്കോളുണ്ടെന്ന് തോന്നുന്നു. ഞാനിന്ന് ലീവാക്കിയാലോ? അത് നല്ല. അതെ, നിങ്ങളുടെ അസുഖം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഇവിടുന്ന് ഡ്യൂട്ടിക്ക് പോവാണ്ട് ഞാൻ ഇവിടുന്ന് അനങ്ങുന്ന പ്രശ്നമില്ല. പനിയാന്ന് പറഞ്ഞില്ലേ? പണിക്ക് പോകാൻ പറഞ്ഞില്ലേ? അത് ശരി. സ്വന്തമായിട്ട് തിന്നൂല, മറ്റുള്ള കൊണ്ട് തീറ്റിക്കൂല. ആറാൻ പറഞ്ഞു. ഇനി അലാറം ചവിട്ടിണിപ്പിക്കാനും തുടങ്ങി. പണിക്ക് പോകാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങളേനു നമ്മുടെയൊക്കെ വാപ്പയാന്ന് അവന്റെ വിചാരം. വല്ലോർക്കണ എങ്ങാണ്ട് ഒരു പെണ്ണ് കയറി ഒരു മനുഷ്യനോട് ജീവിക്കാനും പറ്റില്ല. എന്റെ മുണ്ട് അവിടെ. അപ്പൊ ട്രൗസറോടെ നിനക്ക് എന്തിനാ ട്രൗസർ? നിങ്ങൾക്ക് എന്തിട്ടാണ് സലിംക്ക വേണ്ടിയേ? പറയല്ലേ? ഇവനെന്താ ആദ്യമായിട്ട് വായിൽ ഓർക്കാണോ?
എന്താടാ ടീ. അയ്യോ എതുക്കതല്ല വെറുതെ ഒന്ന് ശൂന്യ പോരെ സലിക്ക് ഉണ്ടാക്കി തരില്ലേ உங்களோட டேஸ்ட் எதுவும் எனக்கு தெரியாது. குடிச்சு பாருங்க. பாரா. சக்கரை ஜாஸ்தியா இருக்கா இல்லையான்னு. എന്തൊരു മനോഹാരിത ഉമ്മച്ചിയുടെ അതേ കൈപ്പുണ്യം അതേ കടുപ്പം അതേ മധുരം കറക്റ്റാ ശരിയാട്ടോ ചായ പൊളിച്ചിക്കണ്. ഇന്ത മാതിരി ചായ എന്നോട് ലൈഫിൽ ഞാൻ കുടിക്കില്ല. താങ്ക്സ് അണ്ണാ. നന്ദി മോളെ. വിളിച്ചത് കേട്ടല്ലോ, അണ്ണാന്ന്. Yeah man. That means bro. സഹോദരൻ. നടക്കൂ മാറേ. ആ. എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാന്നിട്ട് അവർ തമ്മിൽ കല്യാണം കഴിക്കണില്ലേ? അതുകൊണ്ട് എന്നിൽ നിന്ന് കൂടുതൽ മാന്യതൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. വൃത്തികെട്ട ചായ ഇനി പല്ല് കേൾക്കാത്തോണ്ടായിരിക്കും. ഇയാളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നന്നാവൂല. ഇക്കയാണ് അത്ര ചാറ്റ. അതെ ഈ ചായയും ചോറൊക്കെ ഉണ്ടാക്കി ഇവിടെ തന്നെ നിർത്താനാണ് പരിപാടി? ബാറിലൊന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞേച്ചാ പോരെ. ഈ ബാറ് പബ് എന്ന് പറഞ്ഞ കുട്ടിക്കളിയല്ല, പിന്നെ മദ്യപിക്കാനുള്ള സ്ഥലമാണ് അല്ലേ? അണ്ടർവേൾഡ് ആണ്, അണ്ടർവേൾഡ്. ഇവളെങ്ങാനും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഇവന്റെ അണ്ടർവെയർ മാതിരിയോ തോള വീഴും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ എവിടെ കൊണ്ട് നാക്ക്. ഇപ്പൊ മനസ്സിലായോ ഞാനൊരു ചേറ്റയല്ലാന്ന്? ചേറ്റകളെ ജീവട്ടാ, ചിലപ്പോ തോന്നുന്നു ഇയാള് തത്വജ്ഞാനിയാണെന്ന്, ചിലപ്പോ കാമപ്രാന്തനാണെന്ന്. ശരിക്കും ഇയാളാരാ? ചേറ്റ. അതെ, ഇനി മുതലിനെ അവിടെ നിർത്താൻ പറ്റില്ല. ഒന്നാമത് എന്റെ ഭാര്യക്ക് എന്നെ നല്ല വിശ്വാസ. ഇനി ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അത് മതി കുടുംബകലഹത്തിന്. ആരാ എന്താന്ന് വല്ലതും പറഞ്ഞു ആ കുട്ടി? അതിന് വാ തുറന്ന് വല്ലതും പറയണ്ടേ? എന്ത് ചോദിച്ചാലും ഒരേ കരച്ചില്ല. അതുകൊണ്ട് ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. അല്ല, ചെയ്തു തന്ന സഹായത്തിനൊക്കെ വളരെ നന്ദിയുണ്ട്, വലിയ ഉപകാരം. ആ പോട്ടെ പോട്ടെ. സലീം കാ, അല്ല അഷ്റഫ് കാ, നിങ്ങൾ എന്താണ് അഷ്റഫ് കാ? അടക്ക്, സൈന്യത്തിനോട് ഞാൻ പറയാന്ന്. എന്നെ വിട്ടേക്ക് പ്ലീസ്. പോലെ ഞാൻ പറയട്ടെ. അല്ല നിങ്ങള് പോവാണ്, പോയിട്ടോ. എന്തൊരു കഷ്ടം അബ്ബേ. സലീം കാ, സലീം കാ, നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തില് ഒരു മനോഹാരിതയ്ക്ക് വേണ്ടി ആരോ എന്താ വെച്ചിട്ട് ആ കുട്ടിയോട്ട് മിണ്ടണമില്ല. നിങ്ങളാണ് ഈ ഇഞ്ചി അടിച്ച കുറങ്ങന്മാരെ ഇങ്ങനെ ഇരിക്കണുണ്ട്, അതുകൊണ്ട് ചോദിച്ചല്ലേ? ഞാനില്ല. ആദ്യം നീ അവനെ വിളിച്ചിട്ട് എന്നാ വരികയെന്ന് നോക്കി, എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി. ബാലൻസ് ഇല്ലല്ലോ, ഉണ്ടാക്ക പുലിവാലുകള്. ജീവട്ടാ, നിങ്ങൾ അമ്മക്ക് എങ്ങനെയുണ്ട്? ഓ, ഞാൻ നാളെ എത്തും. അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? വിശേഷം ഉണ്ട്. നിങ്ങൾ വന്നിട്ട് പറയാട്ടോ. മൂപ്പര് നാളെ എത്തുന്നു. വന്നിക്കണ് സലീം കാ, വന്നിക്കണ്. എന്താക്കും ഇങ്ങനെ ഇരിക്കല്ലേ? അപ്പൊ നാളെ കാണാം. ഓക്കെ. ആഹാ, രണ്ടാളൊന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? റംലത്ത് ഫോൺ വിളിച്ച് പറഞ്ഞ് കാണും ഭർത്താവിന് ചട്ടിപ്പത്തിരിയും മുന്നക്കായും കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന്. ഓ, നല്ല ചൂടിലാണല്ലോ. അത് നാട്ടിലെ ചൂട്. അത് വെച്ച് നോക്കുമ്പോ ഇവിടെ ചൂടില്ലാന്ന് തന്നെ പറയാം. പിന്നെ പോരുമ്പോ ഫ്രഷ് ആയിട്ടൊരു സ്പെഷ്യൽ സാധനം കിട്ടിയിട്ടുണ്ട്. നല്ല നാടൻ പച്ചമാങ്ങ, പച്ചമാങ്ങ, നട്ടുമാവിലെ മാങ്ങ, എല്ലാം പ്ലാൻ ചെയ്തോണ്ടാണ് വരവല്ലേ? മസാല ദോശ വാങ്ങിയില്ലേ? മസാല ദോശ നിങ്ങൾക്ക് എന്താ വാക്കോളുണ്ടോ? വാക്കോൾ എനിക്കല്ല, അകത്തൊരാൾ ഇരിപ്പുണ്ട്. അവക്കാ ചെല്ലും മാങ്ങയും തെങ്ങയൊക്കെ ആയിട്ട്. അവളോ? നിങ്ങളെ താമര ഓക്ക് ഗർഭുണ്ടെന്ന്. ഗർഭോ? എന്താ ഉണ്ണിയെ കേട്ടിട്ടില്ലേ ഗർഭന്ന്? ചെല്ല്, നിന്നോട് അവൾ ആരാ എന്താന്നൊക്കെ പറയുള്ളൂ. എന്തായാലും ഞാനല്ല. ഈ തെണ്ടിയെ കൂട്ടിട്ട് പറ്റൂല. തമ്പുരാനൊന്ന് ചെല്ലു. ശാപം.
സലീമിക്ക சொன்னது நிஜமா? யாரு? അവൻ തന്നെയാ. നീ എന്നെ പുരുഷനില്ല. പെട്ടെന്ന് കേട്ടപ്പോ മன்னிச்சிடுங்க. അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. ആ നിമിഷം ഞാൻ ഉണർന്നേനെ മാധവൻകുട്ടി, ഞാൻ ഉണർന്നേനെ. നീ അതൊന്നും നിർത്തുന്നുണ്ടോ? മനുഷ്യനോട് പ്രാന്തി പിടിച്ചിരിക്കുമ്പോഴോ അവന്റെ അല്ല, ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ നോക്കാലോ അല്ലേ? വേണ്ട, ഓഫാക്കാം. അതെ, പറ്റിയത് പറ്റി. ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചിന്തിക്കും. താമര ഒഴിവാക്കി എനിക്കായിട്ടൊരു രക്ഷയും വേണ്ട. പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? എടാ, പാസ്പോർട്ടും വിസയില്ലാത്തൊരു പെണ്ണിനോട് ഒരു ഹോസ്പിറ്റൽ പോലും കാണിക്കാൻ പറ്റില്ല. ഇത് കേസായി, ഗർഭ, അതും അവിഹിതം. അല്ലാതെ ഗ്യാസ് കയറി വയറുവരുത്തല്ല. ജീവട്ടാ, നിങ്ങൾ ഓളെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, എന്നിട്ട് ഇതൊന്ന് വേണ്ടാന്ന് വെക്ക്. ബെസ്റ്റ്. പറയാൻ എളുപ്പ, ഏതെങ്കിലും ഡോക്ടർ ചെയ്തു തരണ്ടേ? എടാ, അബോർഷനോടെ നിയമവിരുദ്ധാടാ പൊട്ട. ആണോ സലിംക്ക? നമുക്ക് ലേശം പൈനാപ്പിളും പച്ചപ്പപ്പായും കൂടി സെറ്റ് ചെയ്ത് കൊടുത്താലോ? ചിലപ്പോ ഡിലീറ്റ് ആയാലോ? ഡിലീറ്റ് ആവാനേ ഇത് മെസ്സേജ് കളിച്ചല്ല. മാത്രല്ല, പൈനാപ്പിളും പച്ചപ്പപ്പായും ഞാൻ കുറെ പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യമില്ല. അല്ല, നമ്മളെ എബിച്ചാന്റെ വൈഫ് ഗൈനക്കോളജിസ്റ്റ് അല്ലേ? നമുക്ക് ഓരോടത്തൊന്ന് പോയാലോ? നമ്മളെ അവസ്ഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു സഹായിച്ചാലോ? നീ എന്തെങ്കിലും ഒന്ന് പറ. സലീമിക്ക, ഈ അബോർഷൻ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ലേ? നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇതെങ്ങാനും ആരെങ്കിലും അറിഞ്ഞാ പിന്നെ ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഞങ്ങക്ക് വേറെ ഒരു വഴിയില്ലാത്തോണ്ടാ. ഒരു മാർഗമുണ്ട്, അതും റിസ്ക് ആണ്. വേറെ വഴിയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ആ റിസ്ക് ഏറ്റെടുത്തേ പറ്റൂ. എങ്ങനെയെങ്കിലും ഒരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ച് ആ കുട്ടിയെ നാട്ടിലേക്ക് വിടുക. എന്നിട്ട് തനിക്കും വേണമെങ്കിൽ അങ്ങോട്ട് പോവാലോ. അതും പാസ്പോർട്ടിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞങ്ങൾ ചെയ്തിക്കണേ, പക്ഷെ ലേശം ടൈം എടുക്കും. അതെ, ഏതെങ്കിലും ഒരു ശ്രീലങ്കൻ പാസ്പോർട്ട് വന്നു കിട്ടണം, എന്നാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അയാൾ പറഞ്ഞ. അതുവരെ എന്താ ചെയ്യാന്ന് ഞങ്ങൾക്കൊരു എത്തും പിടിയും കിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ആരും അറിയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ പാസ്പോർട്ട് കിട്ടണവരെ പീരിയോഡിക്കൽ ചെക്കപ്പ് ഞാൻ ചെയ്തുതരാം. എന്നെ കൊണ്ട് അത്രേ ചെയ്യാൻ പറ്റൂ. മതി, അത് മതി. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ പാസ്പോർട്ട് സംഘടിപ്പിച്ച് അവളെ നാട്ടിലേക്ക് അയച്ചോളാം, അല്ലേ സലീമിക്ക? അതെ. ഈ കാസർഗോഡ് ഇബ്രാഹിം ഇതിനകത്താണ്. അല്ല, ഈ കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞ എന്തിന്ന് അങ്ങടെ വിചാരം? അമേരിക്കൻ പ്രസിഡന്റ് ബരാക്ക ഒബാമേന്റെ പാസ്പോർട്ട് പോലും നമ്മള് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. മനസ്സിലായ അങ്ങക്ക്? പക്ഷെ എന്തിനും ഒരു പെർഫെക്ഷൻ വേണ്ടേന്ന്. ഗവൺമെന്റ് ഉണ്ടാക്കണ പോലെ തട്ടിക്കൂട്ട് പണി ചെയ്യാൻ നമ്മളെ കിട്ടൂല. ശരി 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 ശരി, പിടിക്ക്. എന്നത്തേക്ക് കിട്ടുമെന്നൊരു ഐഡിയ കിട്ടിയ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കായിരുന്നു. അന്റെ പേരെന്താന്നാ പറഞ്ഞ? ജീവൻ. മോനെ ജീവ, ഇതും ജീവൻ വച്ചുകൊണ്ടുള്ള കളിയാണ്. ഈ കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. നമ്മളത് ഉണ്ടാക്കണ കലാകാരനും. പണ്ട് ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ലാത്തോണ്ട് ഞമ്മക്ക് ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് മാത്രം. അയ്യോ, എന്നെങ്കിലും ഈ ലോകം ഈ മഹാനായ കലാകാരനെ തിരിച്ചറിയും.